എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ശ്രീ കൊട്ടിയൂരിൽ ഇന്ന് കലംവരവാണ്. മകം കലംവരവും പൂജയെക്കുറിച്ചാണ് ഈ വീഡിയോ. മകന്നാൾ മുതൽ ഉത്സവാരംഭം മുതലുള്ള അനുഷ്ഠാന കർമ്മങ്ങളിൽ കാര്യമായ മാറ്റങ്ങളുണ്ടാകും. അന്ന് മുതൽ നിഗൂഢമായ പൂജാകർമ്മങ്ങൾ മണിത്തറയിൽ ആരംഭിക്കുന്നു. ഉച്ചശീവേലിക്ക് ശേഷം തിടമ്പെഴുന്നള്ളിക്കുന്ന ആനകളെ തിരിച്ചെഴുന്നള്ളിക്കും. ശീവേലി കഴിഞ്ഞ് തിടമ്പിറക്കിയ ശേഷം ആനകൾ നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞ് അമ്മാറക്കൽ വലം വെച്ച് 3 പ്രദക്ഷിണം പൂർത്തിയാക്കി പടിഞ്ഞാറേ നടവഴി അക്കരയ്ക്ക് കടക്കുന്നു. തിരുവഞ്ചിറയിലെ പ്രദക്ഷിണ വഴിയിൽ വെച്ച് ഊരാളന്മാരും തന്ത്രിമാരും മറ്റ് സ്ഥാനികരും കഴുകക്കാരും ഭക്തജനങ്ങളുമെല്ലാം മധുര പദാർത്ഥങ്ങൾ നൽകി യാത്രയയക്കുന്നു. ആനകൾ സന്നിധാനം വിട്ടൊഴിയുന്നത് കാഴ്ചക്കാരിൽ ദുഃഖകരമായ ഒരു അവസ്ഥയുണ്ടാക്കുന്നു. ആനകൾ പോകുന്നതോടെ സന്നിധാനത്തിലുള്ള സ്ത്രീകൾ വാവിൽ കടക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ കൂത്തമ്പലത്തിലെ നങ്ങ്യാർക്കും ഒറ്റപ്പിലാൻ്റെ കയ്യാലയിലെ കുറച്ച് സ്ത്രീകൾക്കും ഇത് ബാധകമല്ല. മകന്നാൾ ശീവേലിയോടെ വിശേഷവാദ്യങ്ങൾ അരങ്ങുവിട്ടൊഴിയുന്നു. പകരം അന്ന് രാത്രി മുതൽ അസുരതാളങ്ങൾ മുഴങ്ങാൻ തുടങ്ങുന്നു. നിത്യേനയുള്ള അങ്കുലിയാങ്ക കൂത്ത് ആയില്യം നാൾ സമാപിക്കും. നീരെഴുന്നള്ളത്തോടെ സജീവമായ സന്നിധാനം പതുക്കെ യാഗോത്സവ സമാപന ചടങ്ങുകളിലേക്ക് നീങ്ങുന്നു. കലം വരവ്. കലശപൂജയ്ക്കാവശ്യമായ കലങ്ങൾ നല്ലൂരാൻ എന്ന സ്ഥാനികൻ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു. കുലാല സ്ഥാനികനായ നല്ലൂരാൻ വ്രതശുദ്ധിയോടുകൂടി മുഴക്കുന്ന് നല്ലൂർ ദേശത്തെ വയലുങ്കര എന്ന സ്ഥലത്ത് വെച്ചാണ് കലശപൂജയ്ക്കാവശ്യമായ കലങ്ങൾ നിർമ്മിക്കുക. പനിയോലയിൽ പൊതിഞ്ഞു കെട്ടിയാണ് അവ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്നത്. സന്ധ്യയുടെ മുച്ചിലക്കാട്ട് എന്ന സ്ഥാനത്ത് വന്നെത്തും. ഇവിടെ നിന്നും അക്കരയ്ക്കുള്ള കലശവരവ് ആരും കാണാൻ പാടില്ല. മകന്നാളിൽ വൈകുന്നേരം 1000 കുടം അഭിഷേകം കഴിഞ്ഞ് പൂജ മുഴുവിപ്പിച്ചാൽ കലംവരവിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. ബ്രാഹ്മണർ കലം വരവും കാത്ത് തിടപ്പള്ളിയിൽ കണ്ണടച്ച് ധ്യാന നിരതരായിരിക്കും. രാത്രി കലംവരവ് സമയത്ത് സന്നിധാനം അന്ധകാരത്തിൽ അമരണം. വഴികളിലെയും സന്നിധാനത്തിലെയും വൈദ്യുതി വിളക്കുകൾ ആ സമയത്ത് പൂർണ്ണമായും അണയ്ക്കും. മണിത്തറയിലെയും വാളറയിലെയും ദീപങ്ങൾ മാത്രമേ പ്രകാശമാനമാകുകയുള്ളൂ. മുച്ചിലക്കാട് വിശ്രമിക്കുന്ന കലമെഴുന്നള്ളത്തുകാർ രാത്രിയിൽ പച്ചിലകൾ മാത്രം ധരിച്ച് മേലാകെ ഭസ്മം പൂശി അലറിക്കൊണ്ട് കൂരിരുട്ടിൽ നിഗൂഢമായ വഴികളിലൂടെ അട്ടഹാസങ്ങളിലൂടെ പാഞ്ഞെത്തുന്നു. കലക്കെട്ടുകൾ സമർപ്പിച്ച് മണിത്തറയിലെത്തുന്ന കലക്കാർക്ക് പുറംതിരിഞ്ഞിരിക്കുന്ന സ്ഥാനിക ബ്രാഹ്മണൻ പ്രസാദം നൽകുന്നു. സ്ഥാനിക ബ്രാഹ്മണൻ കണ്ണുകൾ കെട്ടി മണിത്തറയിൽ പുറംതിരിഞ്ഞിരിക്കണമെന്നാണ് ചിട്ട. കലങ്ങൾ കരിമ്പനക്കൽ ചാത്തോത്ത് കയ്യാലയിൽ സൂക്ഷിക്കും. കയ്യാലയിൽ ഒരുക്കി വെച്ചിട്ടുള്ള സദ്യ കഴിക്കുന്നതോടെ കയ്യാലകളിൽ വെളിച്ചം തെളിയുന്നു. തിടപ്പള്ളിയിലെ ബ്രാഹ്മണർ വിളമ്പൻ്റെ കൂടെ കുലവും കയ്യാലയിൽ വന്ന് സദ്യ ഉണ്ണും. 156 കലങ്ങൾ എഴുന്നള്ളിക്കും. 142 കലങ്ങളാണ് പൂജയ്ക്കായി എടുക്കുക. ഈ ദിനത്തിൽ ശിവഭൂതഗണങ്ങൾ സന്നിധാനത്തിലെത്തുമെന്നാണ് വിശ്വാസം. മകം, പൂരം, ഉത്രം എന്നീ നാളുകളിൽ രാത്രിയിലാണ് കലശപൂജ നടക്കുക. നിഗൂഢ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനാൽ ഭക്തജനങ്ങൾക്കും മറ്റ് അടിയന്തരക്കാർക്കും സന്നിധാനത്തിൽ ഈ സമയങ്ങളിൽ ദർശനം ഉണ്ടാവുകയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മകം കലംവരവ് കഴിഞ്ഞ് ശീവേലിക്ക് ശേഷം സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പിന്നീട് ദർശനം ഉണ്ടാവുകയില്ല. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. നമസ്തേ.